എനിക്ക് സമൂഹത്തിനെ കൊണ്ട് ഇപ്പൊ ഒരു ഗുണമില്ല. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നു, എന്റെ കുട്ടികള് എനിക്ക് ഫീസ് തരുന്നു, ഞാൻ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നു. ഒരു മര്യാദയും മാനദണ്ഡമൊന്നുമില്ല. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു. എന്തോന്ന് വെളുപ്പാണോന്നാ? അല്ല, നമ്മളിപ്പോ ഒരു അച്ഛനും അമ്മയും കറുത്തിരിക്കുമ്പോ കുട്ടികൾ കറുത്തിരിക്കും. അവര് നൃത്തത്തിലേക്ക് കല പഠിക്കാൻ വരുമ്പോ നിങ്ങൾ മത്സരത്തിന് കൊണ്ട് പഠിച്ചോളൂ. എത്രയോ വേദികൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ? നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചോളൂ. നിങ്ങൾ മത്സരത്തിന് പോകുമ്പോ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു കോളം തരികല്ലേ? അപ്പൊ നിങ്ങൾ എന്തിനാ പോന്നേ? അതെന്തിനാ അങ്ങനെ വെക്കുന്ന? എന്തിനാ അവര്? അപ്പൊ നിങ്ങൾ ചാനലുകാർ പോയി പറ. നിങ്ങൾ ചാനലുകാര് ആ കോളെടുത്ത് കളയാൻ പറയണം. ആ സൗന്ദര്യം ഇപ്പൊ ഒരു മേക്കപ്പിന് ഒരു ആർട്ടിസ്റ്റിന് ഒരു കുട്ടിയെ ചെയ്യണമെങ്കിൽ 5000 രൂപ മേടിക്കണം. എന്താ അറിയോ? അതായിക്കോട്ടെ. അപ്പൊ ആ കുട്ടീനെ സൗന്ദര്യം ഉണ്ടാക്കി അങ്ങ് എടുക്കണം. ആണ്, അല്ലാതെ അപ്പൊ ആരും കണ്ടോണ്ടിരിക്കില്ലോ. അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കി എടുക്കണെന്ന്, സൗന്ദര്യം ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം തീരെ ഇല്ലാത്തവര് പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിലേക്ക് വരരുന്ന ഞാൻ പറയുന്നു. വേദിയിൽ കയറിക്കോട്ടെ, വേദിയിൽ കയറിക്കോട്ടെ. അരെ ഞാനതിന് ആരുടെയും പേരും പറഞ്ഞിട്ടില്ല, ജാതിയും മതവും പറഞ്ഞു. ഞാൻ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കണം. നിങ്ങളെല്ലാരും കൂടെ എന്നെ കൊണ്ട് ആ പേര് അങ്ങോട്ട് പറയിപ്പിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാക്കണം. അത്രയല്ലേ ഉള്ളൂ. അല്ല, ഇദ്ദേഹം ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ? റിപ്പോർട്ടർ ചോദിക്കണം, നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ഉറപ്പുണ്ടോന്ന് എനിക്ക്? അല്ല, അത് എന്റെ സൗന്ദര്യത്തിന്റെ ചോദ്യം ചെയ്യാനാണോ നിങ്ങൾ വന്നത്? ഞാൻ ആരെയും സൗന്ദര്യം ഒരു വ്യക്തി തനിക്ക് തെളിവുണ്ടാ? ഇയാൾക്ക് തെളിവുണ്ടാ? ഞാൻ കറുത്തവർക്ക് സൗന്ദര്യം ഇല്ല നിങ്ങളൊക്കെ വീട്ടിലിരുന്ന് പറയാറുണ്ടാ? ഇല്ല. ആര് പറഞ്ഞു? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നമുക്ക് വന്നാലേ പറ്റുള്ളൂ. സൗന്ദര്യം എന്റെ ഒരു കലാകാരന് അടിസ്ഥാനം സൗന്ദര്യം എന്നുള്ള സങ്കല്പത്തിന് അടിസ്ഥാനം നിറമാണ് എന്ന് മാഡത്തിന് എങ്ങനെയാണ് അത് അടിവരയിട്ട്? എന്റെ സ്വന്തം അഭിപ്രായം പറയാൻ എനിക്ക് ആരുടെയും ചെലവില്ല. മാഡം ഒരു കലാകാരിയാണ്. ആയിക്കോട്ടെ. ഒരു സമൂഹത്തിനെ കൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമൂഹത്തിനെ കൊണ്ട് ഇപ്പൊ ഒരു ഗുണമില്ല. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നു, എന്റെ കുട്ടികള് എനിക്ക് ഫീസ് തരുന്നു, ഞാൻ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നു. അത്ര. അല്ലാണ്ട് എനിക്ക് സമൂഹത്തിൽ ഇറങ്ങിയിട്ടേ പാരിതോഷികങ്ങളോ അവാർഡുകളോ പേവാർഡുകളോ ഒന്നും കിട്ടാറില്ല. പിന്നെ അസ്വസ്ഥത അതെന്ത് എനിക്ക് തന്നെ അഭിപ്രായപ്പെടുന്ന കൈരളി ചാനലിന് അറിയിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. മാഡത്തിനെതിരെ, അതായത് ആദ്യകാലങ്ങളിൽ മാഡത്തിനെതിരെ കുറച്ച് ഫോൺ കോളുകളും മറ്റും പുറത്തു കൊണ്ടുവന്ന് മാഡത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ആരോപണങ്ങൾ പറയുന്നുണ്ടോ? ഇല്ല. അല്ല, ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. ആ വീഡിയോയിൽ പറഞ്ഞെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ട് പുറത്തോട്ട് കാണിക്കും. ആയിക്കോട്ടെ. എന്തൊരു പാട്. ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഒരിക്കലും ഇല്ല, അവഹേളിച്ചിട്ടില്ല. ഞാൻ സമൂഹത്തെ എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിലൊന്നും കാര്യമൊന്നുമില്ല. നമ്മളവിടെ ചെല്ലുമ്പോ കറുത്ത ആൾക്കാരുണ്ടോ വെളുത്ത ആൾക്കാരുണ്ടോ നമ്മൾ ചോദിച്ചിട്ടല്ലേ. മത്സരിക്കുമ്പോ അതിന് സൗന്ദര്യത്തിന് കോളുള്ളതുകൊണ്ടല്ലേ. അപ്പൊ എന്നിട്ട് നമ്മള് സൗന്ദര്യമില്ലാത്ത കുട്ടിക്ക് അത് പ്രശ്നമാവുന്നുണ്ട്. ഒഴിവാക്കണമെങ്കിൽ എല്ലാരും വിചാരിക്കും, ഞാൻ മാത്രം വിചാരിച്ച നടക്കില്ല. അതല്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ഒരു വ്യക്തിയെ കുറിച്ച് കുറച്ച് സൗന്ദര്യമുള്ളവരും കുറച്ച് കാണാൻ ഭംഗിയുള്ളവരും മോഹിനിയാട്ടത്തിലേക്ക് വന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അതിന് ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കൂടുതലും. അടവുകളും കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി. ഇതിന് ബോഡി മൂവ്മെന്റ്സ് ആണ് മെയിനായിട്ട്. ഉദാഹരണത്തിന് ഒരു പൂതനാമോഷം എടുക്കുമ്പോൾ കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് കൃഷ്ണനെ കൊല്ലാനുള്ള സംവിധാനം ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളിൽ വല്ലവർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുലയില് വിഷം തേച്ചിട്ട് പാല് കൊടുത്ത് കൊല്ലുന്നതാണ് കൃഷ്ണന്റെ കഥ. ഇതിൽ ഒരു പുരുഷൻ ഈ ബ്രസ്റ്റിനകത്ത് വിഷം തേച്ചിട്ട് കൊടുക്കുന്ന ഒരു സന്ദർഭം പ്രായപൂർത്തിയായ ഒരു പയ്യൻ ചെയ്താലും, അഥവാ ഒരു സ്ത്രീ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടി ബ്രസ്റ്റൊക്കെ നല്ല ലെവലിൽ നിർത്തിയിട്ട് ചെയ്യുന്ന ഒരു കുട്ടി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ പോലെ ഓടിങ്ങിട് വന്നിട്ട് മോഹിനിയാട്ടം കളിക്കുന്നതല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. മത്സരത്തിന് ഒരു കുട്ടി 10 മിനിറ്റ് കളിക്കുന്നതല്ല മോഹിനിയാട്ടം. ഒരു വർണ്ണം, അരമണിക്കൂർ 3/4 മണിക്കൂറുള്ള ഒരു വർണ്ണം
മോഹിനിയാട്ടത്തിൽ ഏറ്റവും മേജർ ഐറ്റമാണ് വർണ്ണം. അതിനകത്തൊരു കുട്ടീനെ നമ്മൾ 9:50 മിനിറ്റിലാണ് കട്ടനിടുന്നത്. 10 മിനിറ്റിലായി കഴിഞ്ഞാൽ കട്ടനിടും. യൂണിവേഴ്സിറ്റിക്ക് 14:50. ഇതിനകത്തൊരു കഥയോ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത്രയും ഷോർട്ടാക്കിയിട്ട് ഒരു മോഹിനിയാട്ടം നമ്മൾ അവതരിപ്പിക്കുമ്പോഴേ ഈ വക സെക്സ് രൂപേണയുള്ള ഒരുപാട് ഐറ്റംസ് ആണ് മോഹിനിയാട്ടത്തിലുള്ളത്. ഒരു കുട്ടി മണിയറ ഒരുക്കുന്നു ഭർത്താവിന് വേണ്ടി, അങ്ങനെ എന്താ ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ. അല്ല ഞാൻ പറഞ്ഞു കഴിയട്ടെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിനെല്ലാം സൗന്ദര്യം എന്ന് പറഞ്ഞൊരു മാനദണ്ഡം. ഒരു മണിയറ ഒരു പുരുഷൻ ഒരുക്കുമ്പോ എങ്ങനെ ഇരിക്കും? അത് ഈ കലയിൽ എന്തിനാണ് നിങ്ങൾ ലിംഗവിവേചനവും ഓരോ ലിംഗം എന്ന് പറഞ്ഞാൽ അതായത് മോഹിനിയാട്ടത്തിന് പെൺകുട്ടികളെ ചെയ്യാവുന്നുള്ളതാണ് എന്റെ ഒരു അതെന്റെ അഭിപ്രായം. അതെ അതെന്റെ അഭിപ്രായം കുട്ടിയത്. ആയിക്കോട്ടെ, നിങ്ങൾ കലാകാരിയായിട്ട് എന്നെ അംഗീകരിക്കണ്ട ഇനി. അപ്പൊ കഴിഞ്ഞില്ലേ? വേണ്ട. അയ്യോ, നമസ്കാരം. കൈരളി ചാനലിൽ നമസ്കാരം. അംഗീകരിക്കണ്ട. മേഡത്തോടൊപ്പം കലാമേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഒന്നടങ്കം പറയുകയാണ് കലാകാരിയായി തുടരാൻ മേഡത്തിന് യോഗ്യതയില്ല. ഒരു വിരോധമില്ല. ഞങ്ങളെ ഒപ്പമുള്ളവർ പോലും അംഗീകരിക്കുന്നില്ല. വേണ്ട, നിങ്ങളെല്ലാരും ഒരമ്മ മക്കളാന്ന് എനിക്കറിയാം. ശരിയല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ നിങ്ങളെല്ലാരും ഒന്നിച്ചല്ലേ പറയുള്ളൂ. ഞാനാ പിൻവലിക്കാൻ? ഞാൻ ആരും അതിന് തേജാവധം ചെയ്തിട്ടില്ലോ. ഞാൻ ഒരു തേജാവധം ചെയ്തിട്ടില്ല. എനിക്ക് ഇനി പറയാനായിട്ട് ഇതുപോലെ വേദികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകാർ അല്ല നിങ്ങളെ പോലുള്ള ഒന്നും വരുമല്ലോ. ചാനലുകാർ വരുമ്പോ എനിക്ക് പറയാനുള്ള എന്റെ 66-ാമത്തെ വയസ്സിൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ഞാൻ പറയും. ഒരു മര്യാദ മാനദണ്ഡമൊന്നുമില്ല. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു. ഇനിയിപ്പോ എന്തോന്നാ പബ്ലിക്കായിട്ട് എന്ത് സംസാരിച്ചാലും ഒരു കവലയിൽ നിന്നും ഇവിടെ നിന്ന് സംസാരിച്ചാല് ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഞാൻ ഒരു ജാതി മതം പറഞ്ഞാലേ പ്രശ്നം. എന്തൊരുപാട് പിന്നെയും പറയും. കറുപ്പും വെളുപ്പും ഞാൻ ചോദിക്കട്ടെ, സങ്കടം സന്തോഷം, കറുപ്പ് വെളുപ്പ്, രാവ് പകല്, ഇതൊക്കെ എന്തിനാ വാക്കുകൾ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ വാക്കുകളൊക്കെ ഉണ്ട്? അല്ല, മൃഗം മനുഷ്യനും കൂടെ ഒന്നിച്ച് ചേർക്കണ്ട. ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ചേർത്താൽ സങ്കടവും വേണ്ട. കേക്കണ്ട, നിങ്ങൾ കേക്കണ്ട. പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് മാഡത്തിനെതിരെ പൊതുവികാരം ഉയർന്നത്. പൊതുവികാരം ഉയർന്നിട്ട് കാര്യമില്ല. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം എന്റെ പോലെ എനിക്ക് അവരെന്നെ എന്ത് പറഞ്ഞാലും ഒരു വിരോധമില്ല. എനിക്ക് അങ്ങനെയില്ല. ഞാൻ ധാഷ്ട്യം ദീഷ്ട്യൊന്നും അല്ല ഇത്. ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. വൃത്തികേടെന്ന് അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇത് പറയാനാണോ നിങ്ങൾ വന്നത്? എന്നെ ചോദ്യം ചെയ്യാനും എന്തിന് നിറവ്യത്യാസം? അതാ ഞാൻ പറഞ്ഞ കറുപ്പ് വെളുപ്പ് എന്തിനാ? അടിസ്ഥാനത്തിൽ കലാകാരന്മാരെ വേർതിരിക്കുന്നത് അത് ശുദ്ധ മലയാളം എന്ന് പറഞ്ഞ എന്റെ സ്വന്തം അഭിപ്രായം. അത് നിങ്ങളെ ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. അല്ല, എത്രയോ സ്ഥലത്ത് മത്സരത്തിന് ജഡ്ജായിട്ട് പോയിട്ട് അങ്ങനെ ഇട്ടായിട്ടുണ്ട്. അതാ പറഞ്ഞ നിങ്ങളെ നല്ല ഒരു കറുത്ത ഒരു കുട്ടീനെ കൊണ്ടുപോവാ. ഇപ്പോഴത്തെ കുറെ പയ്യന്മാര് മേക്കപ്പിന് നല്ല നോക്കിട്ട് ഞാൻ പറയട്ടെ, ഇയാള് മിണ്ടായി അവർക്ക് നല്ല ഇത്തിരി നിറം കുറവുള്ള കറുത്ത കുട്ടീനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇപ്പൊ മേക്കപ്പ് ചെയ്യുന്ന പണ്ടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നും അല്ല. ചില പയ്യന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടാണല്ലോ നമ്മൾ കുട്ടികളെ പോലും തിരിച്ചറിയില്ല. ആ തരത്തിൽ ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്ന പയ്യന്മാരുണ്ട്. അങ്ങനെ കുറെ കുട്ടികൾ ഇപ്പൊ രക്ഷപ്പെടുന്നുണ്ട് മത്സരത്തിന് വന്നിട്ട്. അറിയേയില്ല ആ കുട്ടി ഇങ്ങനെ ഒരു നിറ മേക്കപ്പില് കാര്യമുണ്ട്. അല്ല കളിക്കും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ഡാൻസിനെ കുറിച്ചും അതിന്റെ കളിയെ കുറിച്ചും നിങ്ങൾക്ക് പറയാൻ എങ്ങനെ അറിയാം? ഇല്ല ആണല്ലോ. നിങ്ങൾക്ക് വന്നിട്ടും സൗന്ദര്യം മാത്രം അറിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ എന്താ. ഇല്ല ഒരു പ്രശ്നമില്ല. എന്ത് പ്രശ്നം? അതിനാരാ രാമകൃഷ്ണ എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ആള് പോയിരിക്കും, എവിടെ ഇല്ല.
കുറിച്ച് പറയുന്നത് സ്വാഭാവികമായി മനസ്സിലാവില്ല ഇത് അനങ്ങളെ കുറിച്ച് പറയുന്നത്. എന്റെ പൊന്നെ നമ്മൾ അങ്ങനെ എന്തെല്ലാം പറയും പറഞ്ഞിട്ട് നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞാലും കുഴപ്പമുള്ളൂ. ഇത് പേരിനൊക്കെ ഈ പേര് ഇല്ല പറയാൻ ഇല്ല അതാ പറഞ്ഞത്. അപ്പൊ ആ വ്യക്തി നിങ്ങൾ പറയണ ആ വ്യക്തി ഇപ്പൊ കേസിന് പോകുന്നു പറയണം. കേസിന് പോട്ടെ, കേസിന് പോട്ടെ. അതിലും വലിയ കാര്യമൊന്നുമില്ല, അതിലും വലിയ കാര്യമൊന്നുമല്ല ഇപ്പൊ നിങ്ങൾ വന്നെടുക്കുന്നത്.